നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. ടോക്സിക് ദ റോക്കിംഗ് സ്റ്റാർ യാഷ്, അതായത് KGF 2-ന് ശേഷം 4 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം എണ്ണം തിരിച്ചെത്തിയിട്ടുണ്ട്. ടോക്സിക് അതിൽ നമുക്ക് അഭിമാനിക്കാനുള്ള ഒരു കാര്യമായി മറ്റൊന്നുമല്ല, ഗീതു മോഹൻദാസ് ആണ് അതിന്റെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ മലയാളികൾ എന്നുള്ള പേരിൽ അഭിമാനിക്കും. അതിനോടൊപ്പം ഗീതു മോഹൻദാസിന് സ്വന്തം കാര്യം വരുമ്പോൾ ശ്രീപക്ഷവും ഇല്ല, ശ്രീ ശാസ്ത്രീകരണവും ഇല്ല, ഒരു തേങ്ങയും ഇല്ല. എന്ത് കോപ്പോണ കാണിക്കും, എനിക്കിത്തിരി വൈറലായ മതി, അല്ലെങ്കിൽ ഞാനൊന്ന് നാലാൾ അറിഞ്ഞാൽ മതി, എനിക്ക് പണം കിട്ടിയാൽ മതി. അപ്പോ ശ്രീയില്ല, ഒരു തേങ്ങയില്ല. മറ്റേ കസബയില് എന്തോ ഒന്ന് രണ്ട് മമ്മൂട്ടി പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ കുരുവേറ്റി വിട്ടുകൊണ്ടിരിക്കുകയാണ്. എരിവേറ്റി നീ പറടി എന്ന് പറഞ്ഞ നമ്മുടെ ഗീതു മോഹൻദാസിന്റെ പിന്നെ പടത്തിന്റെ ട്രെയിലർ കണ്ടപ്പോൾ ആൾക്കാർ ഞെട്ടി തരിച്ച് സത്യം പറഞ്ഞാൽ അയ്യോ എന്നായിപ്പോ. ഇതെന്തോ ട്രെയിലറാണോ അതോ ഏതെങ്കിലും പടത്തിന്റെ റീലാണോ റീലാണോ കാണിക്കുന്നത് എന്ന് വരെ ആൾക്കാർ ഞെട്ടിപ്പോയി എന്നുള്ളതാണ്. അപ്പോ സംഭവം നിങ്ങൾ കണ്ടല്ലോ, ഈ പറയുന്ന ഇന്നലെയാണ് അതിന്റെ പിന്നെ ട്രെയിലറാ എന്തോ. നമ്മൾ ഈ പടത്തിനെ കുറിച്ച് ഞാൻ വലുതായിട്ട് ഈ പടം സംഭവം അങ്ങനെ വലുതായിട്ട് വലിയ ശ്രദ്ധിക്കാൻ പോലും. പക്ഷെ ഇപ്പോ ഒരു കണ്ടന്റിന് വേണ്ടിയിട്ട് ഇങ്ങനെ പരിധിയപ്പോഴാണ് അറിഞ്ഞത് ഈ സാധനം. ഞാൻ കണ്ടു, ട്രെയിലറൊക്കെ ഇന്നലെ കണ്ടാൽ എന്താ ഈ പറയുന്ന ഈ ഗീതു മോഹൻദാസിനെ പറഞ്ഞിട്ടുണ്ട്. അതായത് പടം ഇറക്കുമ്പോൾ എല്ലാവരും ഇങ്ങനെ കുടുംബ സദസ്സുകളോട് ഒത്തിരുന്ന് കാണാൻ പറ്റുന്ന പടം ഇറക്കണം, അതുകൊണ്ടാണ് ഞാൻ ഈ പടം ഇറക്കിയത് എന്നാണ് ഗീതു മോഹൻദാസ് പറയുന്നത്. കുടുംബ സദസ്സിനോട് കാണാൻ പറ്റിയ പടം തന്നെയാണ്. എന്താണ് ട്രെയിലർ കണ്ട ഉദ്ദേശിക്കുന്നത്? ബോംബൊക്കെ പൊട്ടുന്നു, കാറ് പോകുന്നു, പറഞ്ഞ ബോട്ട്. അപ്പോൾ ആ ട്രെയിലർ വന്നതിന് ശേഷം സത്യം പറഞ്ഞ ട്രെയിലറ് സോഷ്യൽ മീഡിയ കത്തിച്ച് ഒരു പരുവാക്കിയിട്ടുണ്ട്, കത്തിച്ചാമ്പലായി കിടപ്പുണ്ട്. ഇപ്പോഴും അതിന്റെ ചൂട് കൊണ്ട് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ നിന്ന് കത്തയാണ്. ഏതാണ്ട് 10-60 മില്യൺ ആയിട്ടുണ്ട് അതിന്റെ വ്യൂ. എന്റെ അമ്മോ. ശരി, ഓക്കെ. സംഭവം ഇപ്പോഴത്തെ സംസാര വിഷയം, ഇപ്പോഴത്തെ ചൂടെന്ന് ഈ ആ ഒരു ട്രെയിലറിൽ അഭിനയിച്ച ആ ഒരു ചൂടൻ രംഗമുണ്ട്. യാഷിനൊപ്പം അഭിനയിച്ച ആ പെൺകുട്ടി ആര്, അതിന്റെ കൂട്ടത്തിൽ അഭിനയിച്ച പെൺകുട്ടി ആര് എന്നുള്ളതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ എല്ലാവരും ഇതാരാണ് ഈ പെൺകുട്ടി, ആരാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇപ്പോൾ എല്ലാം ഫേസ്ബുക്ക് നോക്കിയാലും സോഷ്യൽ മീഡിയ മൊത്തം ഇവളാര് എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് പേരുകൾ ഇവിടെ ഉരുത്തിരിഞ്ഞു വരുന്നുണ്ട്. ആദ്യം ഒരാളുടെ പേരാണ് പറഞ്ഞത്. ആ അയാളെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറക്കാരിയേ അല്ല. യുക്രൈനിൽ എവിടെയുള്ള മില്യൺസ് ഓഫ് ഡോളർ ഉള്ള ആസ്തിയുള്ളവളാണ് എന്നുള്ളതും, അതിനുശേഷം ഗീതു മോഹൻദാസിനെ പറഞ്ഞ് ലെവളാണ് ആള് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഫോട്ടോയും ഷെയർ ചെയ്തിട്ടുണ്ട്. നമുക്ക് എല്ലാം കേൾക്കാം. ആദ്യം ഇതിനെക്കുറിച്ച് വന്ന ഒരു വാർത്ത, ഇത് ആരാണ് ഈ പെൺകുട്ടി എന്നുള്ള വാർത്തമായി പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ഒരു വാർത്ത ഞാൻ ഇവിടെ വായിക്കാം. ആദ്യം നതാലി ബേൺ കത്തിക്കൊണ്ടിരിക്കുമല്ലോ, ചില്ലറ കത്തിക്കോ. നതാലി ബേൺ, ആയുഷിനൊപ്പം അഭിനയിച്ച ആ നടി നതാലി ബേൺ ആണെന്നാണ് ഈ പറയുന്ന ഏഷ്യാനെറ്റ് ന്യൂസ് പറയുന്നത്. യുക്രൈനിലെ അമേരിക്കൻ താരമാണ് നതാലി. അഭിനേതാവിന് പുറമെ മോഡലും തിരക്കഥാകൃത്തും നിർമ്മാതാവുമാണ് നതാലി. ആയോധന കലാകാരി കൂടിയാണ്. ആയോധന കല മാർഷൽ ആർട്ടൊക്കെ പഠിച്ചിട്ടുണ്ട് എന്നതാണ്. 2006 മുതലാണ് നതാലി സിനിമയിലേക്ക് എത്തുന്നതെന്നാണ് റിപ്പോർട്ടുകൾ. ഹെവൻ പ്രൊഡക്ഷൻ എന്നാണ് നതാലിയുടെ നിർമ്മാണ കമ്പനിയുടെ പേര്. അതായത് ഒരു നിർമ്മാണ കമ്പനിയുമുണ്ട്, ഹെവൻ പ്രൊഡക്ഷൻ, ചില്ലറക്കാരിയല്ല. 2026 കണക്കനുസരിച്ച് നതാലി ബേണിന്റെ മൊത്തം ആസ്തി ഏകദേശം $6 മില്യൺ ആണെന്നാണ് റിപ്പോർട്ട്. അതേസമയം ടോക്സിക് സീനിൽ വന്നതിന് പിന്നാലെ തന്നെ ഗൂഗിളിൽ പ്രേക്ഷകർ തിരയുന്നത്, അതായത് ഈ ടോക്സിക് സീൻ വന്നില്ല, ഈ ഒരു ട്രെയിലർ വന്നതിന് ശേഷം ഈ പറഞ്ഞ പയ്യന്മാര് മൊത്തം കിടന്ന് തിരയുകയാണ്. ഇത് ആരാണ് ഈ സ്വപ്നസുന്ദരി, ഈ ഹോട്ട് ഗേൾ, ഈ മിസ്റ്ററി ഗേൾ ആരാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഗൂഗിളിൽ തിരഞ്ഞിട്ടുണ്ട്. അതിനെ എടുത്ത് ഇവൾ എന്ത് ചെയ്യുന്നറിയാമോ, ഈ പറയുന്ന നതാലി ബേൺ എന്ത് ചെയ്തിട്ടുണ്ട്, അവളുടെ ഇൻസ്റ്റയിൽ സ്റ്റോറി ആയിട്ട് ഇട്ടിട്ടുണ്ട്. ആ സ്റ്റോറി ഞാൻ ഇവിടെ കൊടുക്കാം, കണ്ടോണം. ടോക്സിക് എ ഫെയറി ടെയിൽ ഓഫ് ഗ്രോൺ അപ്സ്. ഇതാ കണ്ട, ഹൂസ് നതാലി ബേൺ. അതാ ഇത് തന്നെ ചോദിച്ചിരിക്കുന്നത്. ഇത് മൊത്തം നതാലി ബേൺ ആരെന്നും പറഞ്ഞുകൊണ്ട് ഈ വെണ്ണംപിള്ള എന്ത് ചെയ്തിട്ടുണ്ട്, തന്റെ ഈ പറയുന്ന ഇൻസ്റ്റാ പേജിൽ ഇട്ടിട്ടുമുണ്ട്. മനസ്സിലായോ? അതിനും ആൾക്കാർ കാണാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ജനങ്ങളെല്ലാം ഈ പറയുന്ന എല്ലാ ഈ പറയുന്ന മെയിൻ സ്ട്രീം മീഡിയകളെല്ലാം ഇതിനെക്കുറിച്ച് വാർത്ത, ഇത് ആരാണ് ഈ പെൺകുട്ടി എന്നാണ് എല്ലാവരും ചോദിക്കുന്നത്. ഇപ്പൊ അറിയാൻ പറ്റുന്നത്, ഇപ്പോ ഗീതു മോഹൻദാസ് ഇട്ട ഈ പറയുന്ന എന്താണ് ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിൽ പറയുന്നത് ബ്യൂട്ടി ഈസ് മൈ സിമെട്രി ഗേൾ എന്ന് പറഞ്ഞിട്ട് പേര് വായിക്കൊള്ളാത്തൊരു പേരാണ്. അതിന് ബിഡ്സ് ബാച്ച്
ബീട്രസ് ബാച്ച് എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയുടെ പേര്. ഇവളാണ് ലവൾ. മനസ്സിലായോ? ഇവളാണ് നിങ്ങൾ കണ്ട ആ ചൂടൻ രംഗത്തിൽ അഭിനയിച്ച താരം എന്നാണ് നമ്മുടെ ഈ പറയുന്ന ഗീതു മോഹൻദാസ് പറയുന്നത്. തൃപ്തിയായല്ലോ? അപ്പൊ നിങ്ങൾ പറയും പോലെ ഈ പറയുന്ന ആരാണ് വേറെന്തിന്റെ നതാലി ബേൺ അല്ല. നതാലി ബേൺ നല്ല ആസ്തിയും കാര്യങ്ങളും. അപ്പൊ ഞാൻ ആലോചിച്ചു, ആദ്യം നതാലി ബേൺ എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിച്ചു എന്താണ് ഇത്രയും ആസ്തിയും കാര്യങ്ങളൊക്കെ ഉള്ളവളൊക്കെ എന്തിന് ഈ ഒരു സീനിൽ അഭിനയിച്ചു എന്നൊക്കെ ഞാനിങ്ങനെ ആലോചിച്ചു. നമ്മൾ പലയിടത്തും ഒരുപാട് സിനിമയിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്, ഇക്കയുണ്ട്. പക്ഷെ ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത് ലെവലൊന്നുമല്ല ഇതെന്ന് പറയുന്നത് മറ്റൊരുത്തിയാണ്. പക്ഷെ കാണാനൊക്കെ ഉള്ളല്ലോ ഞങ്ങൾ എന്തുള്ള മറ്റൊരു കക്ഷിയാണ് ഇതിൽ അഭിനയിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ എന്തായാലും നമ്മുടെ യാഷിന്റെ മൂന്നാമത്തെ അടുത്ത, അതായത് KGF 2 കഴിഞ്ഞതിന് ശേഷം വരാൻ പോകുന്ന പടമാണ്. 4 വർഷം കാത്തിരുന്നു ആൾക്കാര്. സത്യം പറഞ്ഞാൽ അതിന്റെ ഈ പറയുന്ന ഒരു ട്രെയിലർ കാണുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഹോളിവുഡ് സിനിമയൊക്കെ തോറ്റുപോകും, ആ രീതിയിലുള്ള ട്രെയിലർ. സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് ഏതോ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ഷൂട്ടാണെന്നാണ്, എന്താ ട്രെയിലറാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പിന്നെ നോക്കിയപ്പോഴാണ് ഈ ലെവൻ കയറി പറഞ്ഞത്. പിന്നെയാണ് ഞാൻ അറിയുന്നത് ഇത് KGF കഴിഞ്ഞ് 4 വർഷം കഴിഞ്ഞിട്ടൊക്കെയാണ് ഈ പടം വരുന്നത് എന്നുള്ളത്. സത്യം പറയാൻ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ ഫിലിമിലൊന്നും അത്ര വലുതായിട്ട് ഈ പറയുന്ന അങ്ങനെ നോക്കിയിരിക്കുന്ന ഒരാളൊന്നുമല്ല. ഏതെങ്കിലും പടം നല്ലതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി കാണുമെന്നുള്ളതല്ലാതെ എനിക്കതിൽ വലിയ കമ്പമില്ല എന്നുള്ളതാണ്. പിന്നെയാണ് ഞാൻ ഇതിനെക്കുറിച്ച് തിരക്കിയപ്പോഴാണ് നോക്കിയപ്പോഴാണ് അറിഞ്ഞത്. എല്ലാവരും ഞാൻ ഫേസ്ബുക്കിൽ ഇൻസ്റ്റയൊക്കെ തുറന്നപ്പോൾ ഇത് തന്നെ, ഇതാരാണ് ഈ നടി, ഈ ചൂടൻ രംഗത്തിൽ അഭിനയിച്ചവൾ ആര് എന്നുള്ള ഒരു ക്വസ്റ്റ്യനാണ് മൊത്തം കിടക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്കറിയാൻ പറ്റിയത് എന്തായാലും നമുക്കൊരു കണ്ടന്റ് ആയല്ലോ എന്നുള്ള രീതിയിൽ എടുത്തിട്ടത് എന്നുള്ളതാണ്. മനസ്സിലായോ? അപ്പോൾ നമ്മുടെ വിജയുടെ പടം എന്താവും, എന്ത് ജനനായകൻ, ജനപ്രിയൻ, എന്തിന് എന്തൊരല്ലാതെ അത് കേസ് വരുന്ന കുറച്ച് ദിവസം കൊണ്ട് ഇത് തന്നെ എന്തൊരു വ്യൂസിലാണ് ഇതിനൊക്കെ. ഇപ്പം പറയുന്ന ഇറങ്ങാൻ പോണ ഇന്ന് രാവിലെ പറഞ്ഞിട്ട് ഹൈക്കോടതി അംഗീകരിച്ച് ഒരു കുഴപ്പമില്ല, യു സർട്ടിഫിക്കറ്റ് കിട്ടുമെന്നൊക്കെ പറഞ്ഞു. ഇപ്പൊ പറഞ്ഞ ഇല്ല, ഇനി കുറേ എന്തരൊക്കെ പറയും. അതായത് വിജയുടെ ഏറ്റവും അവസാനത്തെ പടം എന്നാ പറയുന്നത്, അതും ഹിറ്റ്. അപ്പം അടുത്ത മാസമല്ലേ ഇത് റിലീസ്, അടുത്ത മാസം 19 അങ്ങനെ എന്തോ പറയുന്നത് കേട്ടത്. അപ്പൊ എന്തായാലും നിങ്ങളുടെ കാത്തിരിപ്പിന് വിരാമമാകുന്നു. ഇതാണ് ആ ബ്യൂട്ടി, ഇതാണ് ആ മിസ്റ്ററി ഗേൾ. മനസ്സിലായോ? നിങ്ങളെല്ലാം കാത്തിരുന്ന കാറിനുള്ളിലെ ഒരു രംഗം ഷൂട്ട് ചെയ്ത മിസ്റ്ററികൾ ഇതാണ്. എന്നാലും എന്റെ പൊന്നെ ഗീതു മോളെ, നീ ആള് ചില്ലറക്കാരിയൊന്നുമല്ല കേട്ടോ. എന്റെ കാര്യം വരുമ്പോ എന്തൊക്കെയായിരുന്നു പെണ്ണുങ്ങളുടെ അല്ലെ സ്ത്രീകളെ കുറിച്ച് അങ്ങനെ പറയാൻ പാടില്ല, ഇങ്ങനെ പറയാൻ പാടില്ല, മോശമായിട്ട്. പിന്നെ ഗീതു മോഹൻദാസ് മുമ്പ് അഭിനയിച്ചപ്പോഴും വിഷയം എന്നാള് ഈ പറയുന്ന ലെവള് വരുന്നൊന്ന് അവള് പറഞ്ഞിട്ട്, അതായത് പേരും പറഞ്ഞല്ലോ പോട്ടെ, അത് പറഞ്ഞിട്ട് അതായത് നായകൻ മോശം പറഞ്ഞ പ്രശ്നമാണ്. പിന്നെ അതായത് അവരുടെ ന്യായം എന്ന് വെച്ച് കഴിഞ്ഞാല് നായകൻ, അതായത് ഹീറോ ഒരു പെൺകുട്ടിയെ ബലാത്സംഗം ചെയ്ത് അത് മോശമാണ്. പക്ഷെ വില്ലനാണ് ബലാത്സംഗം ചെയ്യുന്നത്, പ്രശ്നം ഇല്ല എന്നാണ് പറയുന്നത്. അപ്പം വില്ലൻ ഈ പറയുന്ന ബലാത്സംഗം ചെയ്ത് അവിടെ സ്ത്രീകളുടെ ആ ഒരു പിന്നെ ഉന്നമനം അതൊന്നും വേണ്ട, സ്ത്രീകൾക്കുള്ള പരിഗണന അങ്ങനെയൊന്നും വേണ്ട, സ്ത്രീകളെ ഒരു ഭോഗ വസ്തുവായിട്ട് കാണാൻ അങ്ങനെയൊന്നുമില്ല. പക്ഷെ നായകൻ വളരെ ഡീസന്റ് ആയിരിക്കണം എപ്പോഴും. വില്ലന് വേണമെങ്കിൽ സ്ത്രീകൾ എന്തും പറയാം, എന്തും ചെയ്യാൻ തന്നെ അവരുടെ ന്യായം. അപ്പൊ എന്തായാലും സ്വന്തം കാര്യം വരുമ്പോ സ്വന്തം പടം ഇത് കഴിഞ്ഞ ഫസ്റ്റ് വന്ന ഈ ട്രെയിലറിൽ എന്താണ് ചെറിയ ഈ പെണ്ണിന്റെ പുറത്തുകൂടി എന്താ മദ്യം ഒഴിക്കുന്നോ, അത് ചെറിയ വിവാദം. ഞാൻ മദ്യം ഒഴിച്ചപ്പോ നിനക്ക് ഇത്ര കൂടുതൽ അല്ലെങ്കിൽ ഞാൻ ഇപ്പൊ കാണിച്ചു പറഞ്ഞിട്ട് കാറിനകത്ത് ഇനി എന്തൊക്കെ കാണണം എന്റെ ഈ ചെറിയ കുട്ടികളൊക്കെ എങ്ങനെ ഈ ട്രെയിലർ കണ്ടിരിക്കും. വളരെ മോശം. അപ്പൊ എന്തായാലും ഈ സ്വപ്ന സുന്ദരി ഇതാണ്. ഇനി നിങ്ങളെ പാടാം, നമുക്ക് എടുക്കണം. ശരി.